സർക്കാർ ഡോക്ടർക്കെതിരെ ലൈംഗിക പീഡന പരാതി. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ജൂനിയർ വനിതാ ഡോക്ടറാണ് പരാതിക്കാരി. സർജൻ സർബിൻ മുഹമ്മദ് മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. ഡോക്ടർക്ക് സസ്പെൻഷനുണ്ട്. പ്രതി ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. കണ്ണൻ നായരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കണ്ണൻ, ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പീഡന പരാതി പുറത്തുവരുന്നു. അതും മദ്യം നൽകി പീഡിപ്പിച്ചു. മെഡിക്കൽ കോളേജിലെ ഒരു റൂമിൽ വെച്ച് പീഡന ശ്രമം നടന്നുവെന്നാണ് പരാതിയിൽ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഗുരുതരമായൊരു വിഷയമാണ്. എന്താണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പുതിയ കാര്യങ്ങൾ? പോലീസ് ഈ വിഷയത്തിൽ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. വനിതാ ഡോക്ടർ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അനശ്വര നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മെഡിക്കൽ കോളേജിനുള്ളിൽ നടന്ന ഒരു പീഡന പരാതിയാണ്. അതിൽ വാസ്തവം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു പരാതി ഉയരുന്നത് പോലും നമുക്ക് വലിയ ആഘാതം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാര്യം ഒട്ടേറെ രോഗികൾ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത്. അവിടുത്തെ ഡോക്ടറായിട്ടുള്ള ഒരു സർജനായിട്ടുള്ള സർബിൻ മുഹമ്മദിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നിരിക്കുന്നതും. അദ്ദേഹം കഴിഞ്ഞ മാസം 24-ാം തീയതി മദ്യപിച്ച ശേഷം തനിക്ക് മദ്യം നൽകി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ജൂനിയർ ഡോക്ടറായിട്ടുള്ള വ്യക്തിയുടെ പരാതി. 29-ാം തീയതിയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഈ പരാതി നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ ഇന്റേണൽ അന്വേഷണ സംഘം ആഭ്യന്തര അന്വേഷണം നടത്തുകയും അതിനുശേഷം ആരോഗ്യവകുപ്പിന് DHSന് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. പിന്നീട് ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് പോലീസ് ഈ സംഭവത്തിൽ പാരിപ്പള്ളി പോലീസ് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുള്ളത് പീഡന പരാതി സംബന്ധിച്ച് തന്നെയാണ്. ഇയാളുടെ വീട് ഉള്ളൂരാണ്. ഇയാൾ ഉള്ളൂരാണ് താമസിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സ്ഥലത്തൊക്കെ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി. എന്നാൽ ഇയാൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, നമുക്ക് ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഈ ഡോക്ടർമാർ ഇത്തരത്തിൽ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക വലിയ രീതിയിലുണ്ട്. കാര്യം നമുക്ക് നേരത്തെ കരുനാഗപ്പള്ളിയിൽ ഉണ്ടായ ഒരു സംഭവം നമുക്കറിയാം. ഒരു വനിതാ ഡോക്ടർ മദ്യപിച്ച് ഉണ്ടായ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടമായതാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്ന നാടാണ്. അങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജ് ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക പീഡന പരാതി ഡോക്ടർക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ആ സംഭവത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി വിശദമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിനുശേഷം ഇനിയും വരും ദിവസങ്ങൾ പരിശോധനകൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ കഴിഞ്ഞ ദിവസം DHSന് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പോലീസും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാരെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തുക. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അനുസരിച്ച് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ സർബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ ഡ്യൂട്ടിയിൽ മദ്യപിച്ചു വന്നോ എന്നുള്ളൊരു സംശയമൊക്കെ തന്നെ ഉണ്ട്. ആ സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് കണ്ടെത്തൽ കൂടിയാണ്. പീഡന പരാതിക്ക് പുറമെ ഡ്യൂട്ടിയിൽ മദ്യപിച്ചാണോ ഈ ഡോക്ടർ എത്തിയത് എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടതുണ്ട്.